ഭാരതീയ ജ്യോതിഷം എന്ന മഹാസമുദ്രത്തിലെ ആദ്യത്തെ തിരമാലയാണ് അശ്വതി. ആകാശമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന അശ്വതി മാറ്റത്തിന്റെയും വേഗതയുടെയും പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമാണ്. മേടം രാശിയുടെ തുടക്കത്തിൽ അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ നക്ഷത്രം പ്രപഞ്ചത്തിന്റെ ചൈതന്യത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുതിരയുടെ തലയുടെ ആകൃതിയിലുള്ള ഈ നക്ഷത്ര സമൂഹം ഒരു പോരാളിയുടെ വീര്യവും ഒരു വൈദ്യന്റെ കരുണയും ഒരുപോലെ സമ്മേളിക്കുന്ന അപൂർവ പ്രതിഭാസമാണ്. എന്നാൽ കേവലം നക്ഷത്ര ഫലങ്ങൾക്കപ്പുറം പ്രപഞ്ചം നമ്മോട് സംസാരിക്കുന്നത് സംഖ്യകളിലൂടെയാണ്. സംഖ്യാശാസ്ത്രം എന്നത് പ്രപഞ്ചത്തിന്റെ ഗണിത ഭാഷയാണ്. ഈ ഭാഷയിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ലഭിച്ച ഭാഗ്യ നമ്പർ ഏതാണ് എന്നറിയുന്നത് അവരുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ അക്ഷമരും എന്നാൽ അതിവേഗം ലക്ഷ്യത്തിലെത്തുന്നവരുമാണ്. ആദ്യമായി ചെയ്യുക വേഗത്തിൽ ചെയ്യുക എന്നതാണ് ഇവരുടെ നയം. ഈ വേഗതയെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ സംഖ്യാശാസ്ത്രത്തിന് സാധിക്കും. ഗ്രഹങ്ങളുടെ അധിപനായ സൂര്യനും ഊർജത്തിന്റെ സ്രോതസ്സായ ചൊവ്വയും നിഗൂഢതകളുടെ നാഥനായ കേതുവും അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിഴലും വെളിച്ചവും വീഴ്ത്തുന്നു. ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട സംഖ്യകൾ ഇവർക്ക് ഭാഗ്യമായും ദൗർഭാഗ്യമായും ഭവിക്കാറുണ്ട്. നാം ജീവിക്കുന്ന ഓരോ വർഷവും ഓരോ സംഖ്യയാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. 2026 എന്ന വർഷം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒത്തുവരുന്ന ഒരു സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. എന്തുകൊണ്ടാണ് അശ്വതി നക്ഷത്രക്കാർക്ക് 9 എന്ന സംഖ്യ ജീവവായു ആകുന്നത്? എങ്ങനെയാണ് 2026 സംഖ്യയായ 1 എന്ന സംഖ്യ അവരുടെ നേതൃത്വ ഗുണത്തെ ഉത്തേജിപ്പിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുമ്പോൾ നാം എത്തിച്ചേരുന്നത് സംഖ്യാശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ ലോകത്താണ്. 2026 എന്ന വർഷം കൂട്ടുമ്പോൾ ലഭിക്കുന്ന 10, അതിനെ വീണ്ടും ലഘൂകരിക്കുമ്പോൾ ലഭിക്കുന്ന 1 എന്ന സംഖ്യയാണ് ഈ വർഷത്തെ നയിക്കുന്നത്. സൂര്യന്റെ പ്രഭാവമുള്ള ഈ 1 എന്ന സംഖ്യ അശ്വതി നക്ഷത്രത്തിന്റെ രാശാധിപനായ ചൊവ്വയുടെ 9 എന്ന സംഖ്യയുമായി ചേരുമ്പോൾ ഉണ്ടാകുന്നത് വിസ്ഫോടനകരമായ പോസിറ്റീവ് എനർജിയാണ്. ഇത് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തൊഴിൽ, സാമ്പത്തികം, പ്രണയം, ആരോഗ്യം എന്നീ മേഖലകളിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ടും വിജയത്തിന്റെ പടിവാതിൽക്കൽ തട്ടി വീണു പോകാറുണ്ട്. അവിടെയാണ് ഭാഗ്യം എന്ന ഘടകം പ്രശസ്തമാകുന്നത്. അശ്വതി നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളുമായി 100% പൊരുത്തപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യകളെ ക്രമീകരിക്കുക വഴി തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉദാഹരണത്തിന്, ഒരു പ്രധാനപ്പെട്ട കരാറിൽ ഒപ്പിടുമ്പോഴോ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോഴോ എന്തിന് പുതിയൊരു വീട് വാങ്ങുമ്പോഴോ പോലും നിങ്ങളുടെ ഭാഗ്യസംഖ്യകളുടെ സാന്നിധ്യം ഉറപ്പാക്കിയാൽ പ്രപഞ്ചത്തിന്റെ ഊർജം നിങ്ങൾക്ക് അനുകൂലമായി മാറും. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവത്തിന്റെ ആഴങ്ങളിലേക്കും ആ സ്വഭാവം എങ്ങനെ അവരുടെ ഭാഗ്യസംഖ്യയുമായി ഇഴപിരിഞ്ഞു കിടക്കുന്നു എന്നതിലേക്കുമാണ്. ഒപ്പം 2026 സംഖ്യാശാസ്ത്രപരമായ പ്രത്യേകതകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിനെയും എങ്ങനെ സ്വാധീനിക്കുമെന്നും ഈ സവിശേഷമായ ഊർജ്ജത്തെ എങ്ങനെ നിങ്ങളുടെ വിജയത്തിനായി മെരുക്കിയെടുക്കാമെന്നും വിശദമായി പ്രതിപാദിക്കുന്നു. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് തന്റെ ജന്മസിദ്ധമായ കഴിവുകളെ ന്യൂമറോളജിയുടെ പിൻബലത്തോടെ എങ്ങനെ ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാമെന്നതിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് ഈ വീഡിയോ. അശ്വതി നക്ഷത്രക്കാർക്ക് വൈദ്യശാസ്ത്രം, പോലീസ്, പട്ടാളം, സ്പോർട്സ്, എഞ്ചിനീയറിംഗ്, ബിസിനസ് എന്നീ മേഖലകളിൽ തിളങ്ങാൻ സാധിക്കും. പ്രധാനപ്പെട്ട മീറ്റിംഗുകളിൽ, ഇന്റർവ്യൂകളിൽ, പുതിയ ബിസിനസ് തുടങ്ങാൻ എന്നിവ 9, 18, 27 എന്നീ തീയതികൾ വരുന്നത് ഗുണകരമാകും. നിങ്ങളുടെ ക്യാബിൻ നമ്പറോ സീറ്റ് നമ്പറോ 9 എന്ന അക്കത്തിലോ അതിന്റെ ഗുണിതങ്ങളിലോ ആയി വരുന്നത് തൊഴിൽപരമായ പുരോഗതിക്ക് സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അശ്വതിക്കാർ പൊതുവെ ഭാഗ്യമുള്ളവരാണ്. എങ്കിലും പെട്ടെന്ന് പണം ചെലവാകുന്ന പ്രവണത ഇവർക്കുണ്ടാകാം. 1, 3, 9 എന്നീ തീയതികളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം നൽകും. ഭാഗ്യ നമ്പറുകൾ ഉൾപ്പെടുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നത് ഐശ്വര്യദായകമാണ്. അശ്വതി നക്ഷത്രക്കാർ പങ്കാളിയോട് വളരെയധികം സ്നേഹവും കരുതലും കാണിക്കുന്നവരാണ്. എങ്കിലും ദേഷ്യം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. 1, 3, 5, 9 എന്നീ ജനന തീയതികളിൽ വരുന്ന വ്യക്തികളുമായി ഇവർക്ക് നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. വിവാഹ തീയതി നിശ്ചയിക്കുമ്പോൾ ഭാഗ്യസംഖ്യകൾ പരിഗണിക്കുന്നത് ദാമ്പത്യ സൗഖ്യത്തിന് നല്ലതാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് തലയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, മുറിവുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ചൊവ്വയുടെ ഊർജ്ജം നിയന്ത്രിക്കാൻ ചൊവ്വാഴ്ചകളിലോ 9 തീയതികളിലോ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. വ്യായാമം ശീലിക്കുന്നത് ചൊവ്വയുടെ പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കും. 2026 വർഷം സംഖ്യാശാസ്ത്രപരമായി എങ്ങനെ അശ്വതി നക്ഷത്രക്കാരെ ബാധിക്കുന്നുവെന്ന് നോക്കാം. 2026 എന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം 1 എന്ന നമ്പറിനാൽ നയിക്കപ്പെടുന്ന വർഷമാണ്. 1 എന്നത് സൂര്യന്റെ സംഖ്യയാണ്. സൂര്യന്റെ സംഖ്യയായ 1 അശ്വതി നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ മാന്യതയും പദവിയും നൽകും. 2026 തൊഴിൽ മേഖലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. ആശയക്കുഴപ്പങ്ങൾ മാറി വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഭാഗ്യസംഖ്യയായ 9ഉം വർഷത്തിന്റെ സംഖ്യയായ 1ഉം കൂടി ചേരുമ്പോൾ അത് അതിശക്തമായ ഊർജം പ്രദാനം ചെയ്യുന്നു. സൂര്യന്റെയും ചൊവ്വയുടെയും പ്രഭാവം വർദ്ധിക്കുന്നത് കൊണ്ട് അമിതമായ ആത്മവിശ്വാസവും ദേഷ്യവും വരാൻ സാധ്യതയുണ്ട്. ഇത് നിയന്ത്രിക്കാൻ 3 എന്ന സംഖ്യയുടെ സഹായം തേടാം.
അതായത് ശാന്തമായി ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. 2026 ഏതൊരു മാസത്തിലും 1, 9, 10, 18, 19, 27, 28 എന്നീ തീയതികൾ അത്യുത്തമമാണ്. പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പിടാനോ യാത്രകൾ തുടങ്ങാനോ ഈ ദിവസങ്ങൾ തിരഞ്ഞെടുക്കാം. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങൾ 2026 നിങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകും. ശനിയാഴ്ചകളിൽ കറുത്ത നിറം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. 2026 പുതിയ വാഹനം വാങ്ങാൻ പദ്ധതിയുണ്ടെങ്കിൽ അതിന്റെ നമ്പറുകളുടെ തുക 9 അല്ലെങ്കിൽ 1 വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാനും യാത്രകൾ സുഖകരമാക്കാനും സഹായിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പറിലെ അക്കങ്ങൾ കൂട്ടുമ്പോൾ 9 1 വരുന്നത് ആശയവിനിമയ രംഗത്ത് വിജയം നൽകും. താമസമോ ബിസിനസ് സ്ഥാപനമോ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ നമ്പറുകൾക്ക് പ്രാധാന്യം നൽകുക. 9 മിനിറ്റ് വീതം ദിവസവും ധ്യാനിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ ചുവന്ന നിറത്തിലുള്ള വസ്തുക്കളോ ഭക്ഷണമോ ദാനം ചെയ്യുന്നത് ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അശ്വതി നക്ഷത്രത്തിലെ ആദ്യത്തെ 3 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് ഒന്നാം പാദം. ഇതിന്റെ അധിപൻ ചൊവ്വയാണ്. ഈ പാദത്തിൽ ജനിച്ചവർ ധൈര്യശാലികളും സാഹസികരും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും. ഇവർക്ക് ശക്തമായ ഇച്ഛാശക്തിയും നേതൃഗുണവും ഉണ്ടായിരിക്കും. മറ്റുള്ളവർ തങ്ങളെ ഭരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഇവർ ചിലപ്പോൾ ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചേക്കാം. അശ്വതിയുടെ ആദ്യ പാദത്തിന് ഗണ്ഡാന്ത ദോഷമുള്ളതിനാൽ ഈ പാദത്തിൽ ജനിച്ചവർ കുടുംബത്തിന് ദുഷ്പേര് വരുത്താൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. ഇതിന് ശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 6 ഡിഗ്രി 40 മിനിറ്റ് വരെയാണ് അശ്വതിയുടെ രണ്ടാം പാദം. ഇതിന്റെ അധിപൻ ശുക്രനാണ്. ഈ പാദത്തിൽ ജനിച്ചവർക്ക് സർഗാത്മകത, യുക്തിസഹമായ ചിന്ത, ഭാവന എന്നിവയുണ്ടായിരിക്കും. സൗന്ദര്യത്തിലും കലയിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാവും. ഭൗതിക സുഖങ്ങളിലും ആഡംബരങ്ങളിലും താല്പര്യം കാണിക്കുന്ന ഇവർ വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കുമായി ധാരാളം പണം ചിലവഴിച്ചേക്കാം. 6 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 10 ഡിഗ്രി വരെയാണ് മൂന്നാം പാദം. ഇതിന്റെ അധിപൻ ബുധനാണ്. ഈ പാദത്തിൽ ജനിച്ചവർക്ക് ആശയവിനിമയ ശേഷി ഉണ്ടാകും. ഇവർ സൗഹൃദ മനോഭാവമുള്ളവരും തമാശകൾ ഇഷ്ടപ്പെടുന്നവരും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരുമായിരിക്കും. എഴുത്ത്, മാധ്യമപ്രവർത്തനം, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. 10 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് നാലാം പാദം. ഇതിന്റെ അധിപൻ ചന്ദ്രനാണ്. ഈ പാദത്തിൽ ജനിച്ചവർ വൈകാരികമായി ചിന്തിക്കുന്നവരും മറ്റുള്ളവരെ പരിപാലിക്കുന്നതിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ശാരീരികമായും മാനസികമായും മറ്റുള്ളവരെ സുഖപ്പെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും ഈ പാദത്തിൽ ജനിച്ചവരാണെന്ന് പറയപ്പെടുന്നു. കുടുംബവുമായും പാരമ്പര്യവുമായും ഇവർക്ക് ശക്തമായ ബന്ധമുണ്ടായിരിക്കും. ജീവിതത്തിൽ സ്ഥിരത വരാൻ 30 അല്ലെങ്കിൽ 33 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ചൊവ്വ, സൂര്യൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ പൊതുവെ അത്ര ഗുണകരമായിരിക്കില്ല. ഈ സമയങ്ങളിൽ ഗണപതി ഹോമം, കേതു, കുജശാന്തി ഹോമങ്ങൾ എന്നിവ നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വൈഡൂര്യം ധരിക്കുന്നത് ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 9 എന്ന സംഖ്യ വെറും ഒരു അക്കമല്ല, മറിച്ച് അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. വേഗതയും ധീരതയും കൈമുതലായുള്ള ഇവർക്ക് 2026 എന്ന 1ന്റെ വർഷം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുകയും ഭാഗ്യസംഖ്യകളുടെ പോസിറ്റീവ് എനർജി ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്താൽ അശ്വതി നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. എപ്പോഴും ഓർക്കുക, സംഖ്യാശാസ്ത്രവും ജ്യോതിഷവും നമുക്ക് വഴികാട്ടികളാണ്. കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും കൂടി ചേരുമ്പോൾ മാത്രമേ ഏതൊരു ഭാഗ്യസംഖ്യയും അതിന്റെ പൂർണ്ണബലം നൽകുകയുള്ളൂ. അശ്വതി നക്ഷത്രത്തിന്റെ തേജസ്സും 9ന്റെ കരുത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കട്ടെ.